നല്ല മഴ. ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് ജസ്റ്റ് പാടത്തൊക്കെ ഇറങ്ങി ഒന്ന്, മഴയൊക്കെ ഉണ്ട്, ലീവാണ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചോ, അതെങ്ങനെയുണ്ടെന്ന് നോക്കണം. പിന്നെ കുറച്ച് ചീരാരിങ്ങയൊക്കെ വലിക്കണം. പിന്നെ നമ്മുടെ വാഴത്തോട്ടമുണ്ട്, അവിടെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവിടെ ഫുൾ അപ്പയെല്ലാം ചെയ്തത്. അപ്പോൾ അതിനകത്ത് വാഴയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റി വാഴയൊക്കെ വെച്ചിട്ടുള്ളതെന്നൊക്കെ അവിടെ നമുക്ക് ഇറങ്ങി ഒന്ന് നോക്കാം കേട്ടോ. അതാണ് ഇന്നത്തെ പരിപാടി. അതാണ്ട് നമ്മൾ ഹായ്. അപ്പോൾ നമ്മൾ വെച്ച ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു വന്നാൽ കേട്ടോ. അന്ന് നമ്മൾ 2 ആഴ്ച മുന്നേ ചെടി വെച്ചതായിരുന്നു, ഈ ഫ്രൂട്ട്സ് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതേതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. മിക്കവാറും ഈ വെള്ളം ഇത്ര കെട്ടി നിൽക്കാൻ പാടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആക്കണം. ഇതാണ് നമ്മുടെ കമല ഓറഞ്ച്. അത്യാവശ്യം നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ അവക്കാഡോ, ഈ സാധനം കുഴപ്പമില്ല, നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. പക്ഷെ പൂവൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അവർ പറഞ്ഞത് വേഗം കായ്ക്കുന്നതാണ്. മേ ബി ഒരു 3-4 മാസം എടുക്കുമായിരിക്കും കായ്ക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും നല്ല വെച്ചാൽ ഇവിടെ എല്ലാത്തിലും നല്ല മഴയായതുകൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുക, അതൊക്കെ ഒന്ന് കളയണം. ഇതിൽ പൂവൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇത് നല്ലോണം പിടിക്കുകയും ചെയ്തു, പൂവൊക്കെ വന്നു. വെള്ളം കുറേ തട്ടിയതുകൊണ്ടാണോന്ന് അറിയില്ല, കുറച്ച് ഇതൊക്കെ ഒന്ന് ചീഞ്ഞിട്ടുമുണ്ട്. ഇതാ നമ്മുടെ രണ്ടാമത്തെ എന്താ പറയുക ടേബിൾ ലൈമിൻ്റെ ഇതിലും പൂവൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടി നല്ലോണം പിടിച്ചിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ട്സ് അന്ന് ചെറുതായിട്ടുണ്ടായിരുന്നൊക്കെ അത്യാവശ്യം വലുതുമായിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. വെള്ളത്തിൽ മുങ്ങിയൊക്കെ കിടക്കേണ്ടത്, വെള്ളമൊക്കെ ഒന്ന് മാറ്റി വിടണം. ഇനി അടുത്തതാണ് പരിപാടി. നമ്മുടെ ഇസ്രയേൽ ഓറഞ്ച്, അതിൽ ഓറഞ്ച് കാണാനില്ല, ആരോ വലിച്ച് തിന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പൂക്കളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. മേ ബി ഇനി സമയം എടുക്കുമായിരിക്കും വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ അമ്പാഴങ്ങ സെറ്റായിട്ടുണ്ട്, വലുതാവുന്നുണ്ട്. ബിയർ ആപ്പിളും ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ അതാണ്ട് പേരയ്ക്ക ആവാറൊന്നും ആയിട്ടില്ല. എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം. പിന്നെ അതാ അവിടെ ദൂരെ കാണുന്നതാണ് നമ്മുടെ എന്താ പറയുക ചാമ്പങ്ങ, ആപ്പിൾ ചാമ്പ. അപ്പോൾ ഈ സാധനവും ഒന്ന് പിടിച്ചു വരാനുണ്ട്. നമ്മൾ വെച്ച സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കും എങ്ങനെയുണ്ടെന്ന്. ഇനിയിപ്പം ജസ്റ്റ് പറ്റുമെങ്കിൽ അച്ഛൻ്റെ വാഴത്തോട്ടമുണ്ട്, അപ്പോൾ അവിടേക്കൊന്ന് കയറാം. അവിടെ നമ്മൾ നേന്ത്രവാഴ, പിന്നെ കദളി, 2 കദളിയുണ്ട്, പച്ചക്കദളിയും പിന്നെ ചുവന്നതും, ഇതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കുറച്ച് കൊല വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. കാര്യം എനിക്ക് ലീവ് കിട്ടുന്ന സമയത്ത് എനിക്ക് പാടത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ആണ്. ഇത് കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഈ പാടത്ത് ഇറങ്ങി നടക്കുന്ന ഇൻട്രസ്റ്റ് ഒക്കെ. അതിന് മുമ്പ് 5 പൈസയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല, വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നേ ഉള്ളൂ, ഫോണും കുത്തിയിട്ട്. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടാണ് ഈ പാടത്ത് ഇറങ്ങി നടക്കുന്നതും പറമ്പിൽ എന്തൊക്കെയുണ്ട് നോക്കുന്നത്. ചീതാരങ്ങ വലിക്കാൻ എത്തിയിട്ടുണ്ട്, പക്ഷേ ഒന്നും ഇനിയും മൂത്തിട്ടില്ല. അല്ല പൊന്നോ, കുറച്ചുകൂടെ ആവാനുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു മുള്ള് നില പറയാം, സാധനത്തിന് എന്താ പറയുക, മുള്ളു പോലെ ആ സാധനമില്ലേ ഓരോ സെഗ്മെൻ്റ് ആയിട്ടുള്ളത്, അതിങ്ങനെ വിരിഞ്ഞ് വരും. അപ്പോഴാണ് വേഗം പഴുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഇന്ന് വലിച്ചില്ല, ഇനി അടുത്ത ആഴ്ച വലിക്കാറാവും തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച വന്ന് വലിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാന്. നമ്മൾ പോവാം. എവിടെ പോവാ, എങ്ങോട്ടാ പോണേ? വാഴത്തോട്ടത്തിൽ പോയിട്ട് നമുക്ക് വാഴ നോക്കാം. വാഴ വലിച്ചിട്ടുണ്ട് വരുന്നു. ഇവിടെ കണ്ട ഏത് വാഴയും തിരിച്ചറിയും. ഞാൻ എന്നല്ലേ ഉദ്ദേശിച്ചത്, ഞാൻ വാഴയൊന്നുമില്ല. വാഴക്കൊല കണ്ടത് ഏത് വാഴക്കൊലയാണെന്ന് അറിയാതെ ചോദിക്കാം. അറിയില്ല. ഓ ഞാൻ വേണ്ടി ദാണ്ട് ഒരുത്തം വന്നിട്ടുണ്ട്. ഈച്ചപ്പൻ ഈച്ചോ, എന്താണ് പരിപാടി? എന്താണ് സംഭവം? എവിടെ പോയതാ നീ ഇത്ര നേരം? കിച്ചു ശരി ബാപ്പു. നൈസ്. അപ്പോൾ അതാണ്ട് നമ്മൾ ഇനിയിപ്പോൾ വാഴത്തോട്ടത്തിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വാഴത്തോട്ടത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് മലമ്പില്ലല്ലേ, അതോ കരിമ്പാ? പില്ല്, മലമ്പില്ലാണ് കേട്ടോ. അപ്പം നമ്മൾ ദാണ്ട് ഇവിടെ ഒരെണ്ണം കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം, അതായത് ഇതാണ് മോറിസ്, നമ്മുടെ D9 മോറിസ് എന്നൊക്കെ പറയും. G9 D9 അച്ഛൻ പറഞ്ഞു തന്നു. എനിക്ക് വലിയ ഐഡിയ ഇല്ല സംഭവം എന്താണെന്നുള്ളത്. ഇപ്പോൾ അതാ പറഞ്ഞത്, ഇപ്പോഴേക്ക് കൃഷിയിൽ ഇൻട്രസ്റ്റ് വന്നു. നമ്മൾ കൃഷിയിൽ ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയത് ഈ G9. നമ്മൾ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന ഒരു പച്ചനാടൻ പഴം തന്നെ ഒരു യെല്ലോ കളറിലുണ്ടാവും. അപ്പം ആ പഴമാണ് കേട്ടോ. ഇതുപോലെ കുറേ ഇതുണ്ട്, ഇത് മാത്രമേ കൊലച്ചിട്ടുള്ളൂ. ഈ പാടത്തിനകത്തുള്ളത്, ഈ പറമ്പിലുള്ളത് മൊത്തം ഇത് തന്നെയല്ലേ? ഈ വെറൈറ്റി അല്ലേ? മിക്സ് ആണല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് നേന്ത്രനുണ്ട്, പിന്നെ ഈ G9 വെറൈറ്റി, അതായത് നാടൻ പഴം മഞ്ഞ കളറിലുള്ള ആ ഒരു സാധനമുണ്ട്, പിന്നെ കദളിപ്പഴമുണ്ട്. ഇത്രയുണ്ട്. അപ്പൊ മൊത്തം കൊലച്ചത് ഇതായിരുന്നു. അപ്പൊ ഇന്ന് ഈ ആഴ്ച വന്നിട്ട് ഈ കൊലയൊന്ന് കാണാൻ വന്നതാ. ഇപ്പൊ വേറൊരെണ്ണം കൂടെ വന്നിട്ടുണ്ട്, സെയിം ഇതിന്റെ തന്നെ, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ.
ഇത് ഇതിന് ഇനിയും നമ്മൾ എന്താ കൊടുക്കുക, അവന് സപ്പോർട്ട് കൊടുക്കണ്ടേ? സപ്പോർട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ മരം അങ്ങനെ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീഴും. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട്. ഈ മഴയത്താണ് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടിയാവും. മഴയൊക്കെ മഴയല്ല, കുറച്ചുകൂടെ സമയമാകുമ്പോൾ നമുക്ക് ഈ മഴ കൂടുന്നതോറും നമുക്ക് വീട്ടിനകത്ത് ഇരിക്കാനുള്ള ടെൻഡൻസി വിടും. ഞാൻ രാവിലെ എണീറ്റതും ജസ്റ്റ് ഒന്ന് പറമ്പിലൊന്ന് കറങ്ങി. ഇനിയിപ്പോൾ അടുത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോവുക, ചായ കുടിക്കുക, പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം റെസ്റ്റ് ചെയ്യുക. ഇന്ന് പുറത്തൊക്കെ പോകാനുള്ള ഒരു ദിവസം ആയതുകൊണ്ട് പുറത്തൊക്കെ പോയി ഇന്നത്തെ ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്യും. ഇന്ന് പറമ്പിൽ ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, ബിക്കോസ് മഴയാണ്, അതുകൊണ്ട് കൂടുതൽ ചെയ്യാൻ വയ്യ. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാ, വെണ്ടയ്ക്ക കഴിച്ചത് വേണ്ട, കണ്ടില്ല? അവിടെ നോക്ക്, ഇതാ വെണ്ടയ്ക്ക, നമ്മുടെ നാടൻ വെണ്ടയ്ക്കയും കഴിച്ചിട്ടുണ്ട്. അത് വലിച്ചാലോ മൂത്താ, നല്ലോണം മൂത്തു. അപ്പോൾ ഇതുപോലെ ഒരു 4-5 ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മീൻസ് മഴയായതുകൊണ്ട് നമ്മളൊന്ന് കൂടുതൽ പണിയൊന്നും ചെയ്തില്ല അല്ലോ. പറമ്പിലിറങ്ങി പണിയൊന്നും എടുത്തില്ല. കാര്യം ഇനി കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ചെടിയൊക്കെ വാങ്ങിക്കാനുണ്ട്, വാങ്ങിച്ചിട്ട് വേണം ബാലൻസ് പണിയൊക്കെ ചെയ്യാൻ. പക്ഷെ മഴയായതുകൊണ്ട് നമുക്കൊന്ന് കൂടുതൽ പണിയൊന്നും ചെയ്യാൻ വയ്യാന്നും അല്ല, പറ്റില്ല അല്ലേ? റെഡ് അലേർട്ടാ പാലക്കാട്. പാലക്കാട് റെഡ് അലേർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ. ഫ്രണ്ടിൽ ഇനിയും കുറെ വാഴകളൊക്കെ ഉണ്ട് ആക്ച്വലി. ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ടൊന്നും പോയില്ലെന്ന് മാത്രം. ഇത് മൊത്തം നമ്മുടെ വാഴത്തോട്ടമാണ്. ഇതിനകത്താണ് ഇപ്പോൾ നമ്മൾ കയറിയത്. ഇതിനകത്ത് അവിടെയും കുറേ ഉണ്ട്. നേന്ത്രവാഴ കൊലച്ചോന്നൊന്നും അറിയില്ല, അത് അച്ഛൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും കൂടെ പോയി നോക്കായിരുന്നു. ഇപ്പോൾ നല്ല മഴയാണ്. മഴയുണ്ട്. എന്ത് പറ്റി കുട പറ്റിയതിപ്പോൾ? മഴയുണ്ട്. ശരി, ഇതാ ഒരാൾ പോവാ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം പറ്റും? സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് പറ്റും ചെയ്ത് കമന്റ് ഇട്ടേക്കാം. അപ്പോൾ ഇങ്ങോട്ടും കുറച്ച് വാഴത്തോട്ടോ, അതും കൂടെ കാണിക്കാം. Till the next video, it's ta-ta, bye-bye.